ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ക്രിസ്മസ് മാസം ഇങ്ങ് വന്നില്ലേ, അപ്പോൾ നമുക്ക് ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങണ്ടേ. അതിനായിട്ട് ഞാനിവിടെ ഒരു ക്രിസ്മസ് ഓർണമെൻ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ പുൽക്കൂടിൽ അതുപോലെ തന്നെ ട്രീയിൽ എല്ലാം ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി ഓർണമെൻ്റാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ 2 കളറിലുള്ള ഓരോ കളറിലൊന്നും നമുക്കൊരു 16 സർക്കിൾ ഇതുപോലെ വരഞ്ഞ് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ കോയിൻ്റെ അളവ് മതിയാവും കേട്ടോ. എനിക്കിതൊരു ക്യാപ്പ് പോലത്തെ ഒരു സംഭവം കിട്ടി. അപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് മാർക്ക് ചെയ്യാൻ എളുപ്പമുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. അല്ല, ഒരു കോയിൻ മതി, ഒരു 5 റുപ്പി കോയിനോ 1 റുപ്പി കോയിനോ ആ ഒരു അളവിന് നമ്മൾ മാർക്ക് ചെയ്ത് ഇതൊക്കെ ഒന്ന് വെട്ടിയെടുക്കണേ. മൊത്തത്തിൽ 16 സർക്കിൾ വേണം. അങ്ങനെ 2 കളറിലും വേണം. ഞാനിവിടെ മഞ്ഞ കളറും റെഡ് കളറുമാണ് എടുത്തിരിക്കുന്നത്. രണ്ടിലും 16 വെച്ച് നമുക്കൊരു സർക്കിൾ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഈ ഗോൾഡൻ കളറിൽ ഈ 16 സർക്കിൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ തന്നെ ഈ റെഡ് ഫോം ഷീറ്റിൽ നമുക്കൊരു 16 സർക്കിൾ കട്ട് ചെയ്തെടുക്കാവേ. അങ്ങനെ നമ്മുടെ വട്ടമൊക്കെ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനൊരു ഷീറ്റ് വേണ്ടേ. അതിനായിട്ട് ഞാനൊരു പഴയ കാർഡ്ബോർഡ് ഷീറ്റാണ് എടുത്തേക്കുന്നത്. അതിൽ നമുക്കൊരു 7x7 സെൻറ്റിമീറ്റർ ഒരു കറക്റ്റ് സ്ക്വയർ നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ. ഇങ്ങനെ ഒരു 2 സ്ക്വയർ പീസസാണ് നമുക്ക് വേണ്ടത്. ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു സ്ക്വയർ പീസിനെ ഞാൻ ഇതുപോലെ ഡയമണ്ട് ഷേപ്പിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തെടുത്തേക്കുന്ന ആ ഒരു സർക്കിൾ ഷേപ്പ് ഉണ്ടല്ലോ, ആ ഫോം ഷീറ്റ് അത് താഴെയായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ആദ്യം ഞാൻ റെഡാണ് ഒട്ടിച്ചു കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ആ ഗോൾഡൻ കളർ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ താഴെ ഒരെണ്ണമാണെങ്കിൽ അതിൻ്റെ മുകളിൽ 2 എണ്ണം, അത് കഴിഞ്ഞിട്ട് 3 എണ്ണം, അത് കഴിഞ്ഞ് വീണ്ടും 4 എണ്ണം, വീണ്ടും നമ്മൾ തിരിച്ചു വരും. അതായത് വീണ്ടും 3, 2, 1 ആ ഒരു ക്രമത്തിൽ വേണം നമ്മളിത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ. അപ്പം നമുക്കൊരു ഡയമണ്ട് ഷേപ്പിൽ നമുക്കൊരു അടിപൊളിയായിട്ട് ഈ ഫോം ഷീറ്റ് കൊണ്ട് ഒരു ഡെക്കർ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ഇതുപോലെ 2 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ രണ്ടിനെയും ചേർത്ത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ പാടില്ല, എന്നാൽ പിന്നെ അങ്ങ് ഫ്ലാറ്റായി പോകും. ഇച്ചിരി ഒരു 3D ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മിഡിലായിട്ട് ഞാനൊരു ക്യാപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്തെങ്കിലും ഒരെണ്ണം വീതി കുറഞ്ഞ ഒരു സംഭവം എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതിവിടെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ഈ ഷീറ്റ് തന്നെ ഒന്ന് ചുരുട്ടി അവിടെ വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ ചെറിയ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് ഇതിൻ്റെ മിഡിലായിട്ട് ഒട്ടിച്ച് രണ്ടും കൂടെ ജോയിൻറ്റ് ചെയ്തെടുത്തേ. ഇനി നമുക്ക് ചെറിയൊരു ടെസൽ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ ഈ ഗ്ലിറ്റർ ഫോം ഷീറ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഒരു ഉദ്ദേശം ഒരളവിന് കട്ട് ചെയ്തെടുത്തിട്ട് തീരെ ചെറിയതായിട്ട് നമ്മളിതിൻ്റെ താഴ്വശം ഒന്ന് കട്ട് ചെയ്തെടുക്കണേ. എത്രയും വീതി കുറച്ച് നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും വീതി കുറച്ച് ഒരളവ് വരെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. ഇനി ഇതിൻ്റെ എൻഡിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഞാനിവിടെ ഒരു ഇരുമ്പ് കമ്പിയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അല്ല ഈർക്കിലോ എന്തേലും ഇതുപോലത്തെ ചെറിയ എന്തേലും നമുക്കിതുപോലെ വെച്ച് കൊടുത്ത് ഇത് മുഴുവനായിട്ടൊന്ന് ചുറ്റി നമ്മളൊരു ടെസൽ പോലെ ആക്കിയെടുക്കുവാണേ. ഇനി ഇതിനെ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫോം ഷീറ്റിൻ്റെ 2 ഫോം ഷീറ്റിൻ്റെ ഇടയ്ക്കായിട്ട് ഇതിനെ ഒന്ന് ഒട്ടിച്ച് പിടിപ്പിക്കാവേ. അടുത്തതായിട്ട് ഞാനൊരു ഫോം ഷീറ്റ് നീളത്തിന് എന്ന വീതി കുറച്ച് കട്ട് ചെയ്ത് ഇതിൻ്റെ മറ്റേ സൈഡിൽ ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്തിടാൻ അത് ഈസി ആയിരിക്കും. എന്നിട്ട് ഇതിൻ്റെ സൈഡെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. കാരണം അല്ലെങ്കിൽ നമുക്കിതിൻ്റെ ഗ്യാപ്പിലൂടെ അകത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ക്യാപ്പ് പോലും കാണാൻ ഇടയാവും. അപ്പോൾ അത് പാടില്ല. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ 4 വശങ്ങൾ നമ്മൾ 2 ഫോം ഷീറ്റും വെച്ച് ചേർത്ത് വെച്ച് ഒന്ന് ഒട്ടിച്ച് പിടിപ്പിക്കണം. അപ്പം നമുക്കിതെല്ലാം കവറായിട്ട് നമുക്കൊരു 3D ഷേപ്പിൽ നമുക്കിത് കിട്ടും. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് നേരം നമ്മളത് മുറുകെ പിടിച്ച് വെച്ചിരിക്കുക, എന്നാൽ മാത്രമേ അത് നന്നായിട്ട് ഒട്ടിയിരിക്കത്തുള്ളേ. നമ്മൾ കടയിൽ പോയി അന്യായ വില കൊടുത്ത് ഇതുപോലെ ഓരോ ക്രിസ്മസ് ഓർണമെൻറ്റ്സ് ഒക്കെ വാങ്ങിക്കുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ ഇങ്ങനെ വീട്ടിലിരുന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ടൈം ഒരു 10 മിനിറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇതുപോലത്തെ ഓരോന്ന് ചെയ്ത് നമുക്ക് തന്നെ നമ്മുടെ വീടുകളും ക്രിബും ഒക്കെ അലങ്കരിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ ശ്രദ്ധിക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഇനി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി.